നമുക്കു നിലവയ്യ നല്ല വഴി എങ്കളരുളിയിടുക തെളിഞ്ഞ് നല്ലതു വരുത്തുക നമുക്കു നിലവയ്യ നല്ല വഴി എങ്കളരുളിയിടുക തെളിഞ്ഞ് അല്ലലകലേണമതിനായിഹ തൊഴുന്നേ ചൊല്ലെഴുന്ന ശബരിമലയാണ്ട നിലവയ്യ ചൊല്ലെഴുന്ന ശബരിമലയാണ്ട നിലവയ്യ ശബരിമല അയ്യനുടെ ആജ്ഞകൾ നടത്തും ഗിരിമുകളിൽ മാളികയമർന്നരുളുമമ്മേ വൈരികളെയൊക്കെയും അകറ്റിയടിയത്തേ കാത്തരുൾക ശബരിമലയാണ്ട നിലവയ്യ മന്ത്രമറിയാമമരുന്നുമറിയാതെ മറ്റൊരുവരുണ്ടു തുണയെന്നുമറിയാതെ ചിന്തയിലെ ശ്രീ ശ്രീ രവിശങ്കർജി നമസ്കാരം. 3 ദിവസം വളരെ ഭംഗിയായിട്ട് ഈ ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സ് ഇവിടെ സുരേഷ് ബാബു സാർ വന്ന് വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നു. ഒരു വളരെ പ്രത്യേക അനുഭവമായിരുന്നു. അതിന് വളരെ ഭംഗിയായിട്ട് ആ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഞാൻ ഈ അവസരത്തിൽ അങ്ങേ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ശബരിമലയ്ക്ക് വരണം. അങ്ങക്ക് ഖലീഫനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സ്വാമിക്കാണ്. സ്വാമി ശരണമയ്യപ്പ. വളരെ ഒരു മനസ്സ് നിറഞ്ഞ ഒരു സംതൃപ്തിയിലാണ് ഇപ്പോൾ ഞാൻ ശബരിമലയിൽ നിൽക്കുന്നത്. ഇവിടെ ഈ മേൽശാന്തി സ്ഥാനം ഏറ്റെടുത്ത മുതലേ ഉള്ള സംതൃപ്തി അത് ഇപ്പോൾ ഒന്നും കൂടി ഒരു പുതിയൊരു അറിവും കൂടി നേടിയെന്ന ഒരു അഹങ്കാരത്തിലല്ല, ഒരു വളരെ എളിയമായി തന്നെ ഞാനത് ആ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ആ അറിവും കൂടി കാരണം വളരെ കാലങ്ങളായി ശ്രീ ശ്രീ രവിശങ്കർജിയെ കുറിച്ച് ധാരാളം ന്യൂസുകളും ഇന്റർവ്യൂകളും ഒക്കെ ഞാൻ കാണാൻ കണ്ടിട്ടുമുണ്ട്. അതിൽ നിന്നും ഇദ്ദേഹത്തിന്റെ സുദർശനക്രിയയും മറ്റു ആർട്ട് ഓഫ് ലിവിംഗ് എന്ന കോഴ്സിനെ കുറിച്ചും ഒക്കെ വായിച്ചു കേട്ട അറിവ് മാത്രമേ ഉള്ളെങ്കിലും ഇന്ന് അത് നിങ്ങൾ 3 ഗുരുക്കന്മാർ മുഖാന്തരം അത് സ്വായത്തമാക്കിയതിൽ എനിക്ക് വളരെയധികം സന്തുഷ്ടവും വളരെയധികം നന്ദിയും നിങ്ങളോടുണ്ട്. കാരണം ആ മോഹിച്ച ക്രിയ എന്താണെന്ന ഒരു അനുഭവത്തിലൂടെ എനിക്കത് ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞു തന്നെ ഒരു വലിയ സുഹൃത്തമായി ഞാൻ കാണുന്നു. കാരണം ഇത്തരം വിശേഷമായ ഒരു നല്ലൊരു സാത്വിക ഗുണമുള്ള ഒരു മനുഷ്യനെ എങ്ങനെ ഒരു മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കണം എന്ന് മാത്രം നല്ല വഴി കാട്ടുന്ന ഈ ക്രിയ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യനും ഇതിന്റെ ആ ഗുണവും അതിന്റെ ആവശ്യകത മനസ്സിലാക്കി ഇത് സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ ശബരിമലയിൽ പറയാനുള്ളത്. ഈ സുദർശന ക്രിയ എല്ലാവരും ആ ഗുരു ഉപദേശപ്രകാരം അത് സ്വീകരിച്ച് സാഹിത്യാക്കിൽ ഈ നാടും നമ്മുടെ ലോകവും എല്ലാം നല്ല വഴിക്ക് വരുമെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ ഈ ഗുരുജിക്ക് എല്ലാവിധ ഗുരുജിയെ നേരിൽ കാണാൻ ഭാഗ്യം ലഭിച്ചില്ലെങ്കിലും ഞാൻ എന്തായാലും ഗുരുജിയെ ഇൻവൈറ്റ് ചെയ്യാൻ ശബരിമലയ്ക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ചെറിയ ക്ഷണം സ്വീകരിച്ച് അയ്യപ്പനെ ദർശിക്കാനും കൂടി അങ്ങേക്കും ഒരു ഭാഗ്യം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. സ്വാമി ശരണമയ്യപ്പ.